നീഹന്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള കേക്കിന്റെ പിക്കാണിത്. ഇതാണ് കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചു തന്നിട്ടുള്ളത്. അതിൽ അവർ പറഞ്ഞൊരു ചേഞ്ച് എന്താ വെച്ചാൽ അവർക്ക് കാത്തു തീമാണ് വേണ്ടിയത്. ലൈക്ക് മുകളിലുള്ള ആ ടോപ്പർ മാറ്റിയിട്ട് കാത്തുവിന്റെ പ്രിന്റ് വെച്ചാൽ മതി. പക്ഷെ ആസ് എ ബേക്കർ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവുമല്ലോ, ഈ കേക്ക് ഇന്നത് ചെയ്താൽ അല്ലെങ്കിൽ ഇന്ന ഒരു മോഡൽ കൊണ്ടുവന്നാലാണ് ഭംഗിയാണ്. കാത്തു തീം ഈ ഒരു കളർ തീമിൽ ചെയ്താൽ അല്ലെങ്കിൽ കാത്തുവിന്റെ പ്രിന്റ് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ അങ്ങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നോക്കുക കേക്കിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാവാന്ന്. ഈ ഒരു റെഫറൻസ് പിക്ക് അയച്ചിട്ട് കാത്തൂൻ്റെ ഫോട്ടോ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി കുട്ടി കാത്തു ഫാനാണ്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ഹോം ബേക്കറായി ചിന്തിച്ചിട്ട് കാര്യമില്ല, ഒരു ഉമ്മയായിട്ട് ചിന്തിക്കുക തന്നെ വേണം. കാരണം കുട്ടിയുടെ സന്തോഷമാണല്ലോ ഒരു ഉമ്മാൻ്റെ സന്തോഷം. ആ കാത്തൂനെ കണ്ടിട്ട് കുട്ടി നല്ല ഹാപ്പി ആവുമെങ്കിൽ പിന്നെന്താ അതിൽ കൂടുതൽ വേണ്ടി, അല്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു സെയിം തീം സെയിം മോഡൽ തന്നെ അതിൽ പേരും ടോപ്പറും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ട് കാത്തൂൻ്റെ ടോപ്പർ വെക്കാൻ തന്നെ ഡിസൈഡ് ചെയ്ത്. സത്യം പറഞ്ഞാൽ ഞാൻ കേക്ക് ഒട്ടും തന്നെ കാണാൻ വലിയ വൃത്തി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു മൈൻഡിൽ ചെറുതായിട്ട്. ബട്ട് കേക്ക് ചെയ്ത് വന്നപ്പം എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. ആ കാത്തുവിൻ്റെ ആ ഒരു പ്രിൻ്റ് ഇരുന്ന് വെച്ചിട്ട് ആ കേക്കിൻ്റെ ലുക്കൊന്നും പോയിട്ടില്ല. എന്താ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യാലോ.